ഇനി അർ-റുക്നുൽ ഖാമിസ്. അർ-റുക്നുൽ ഖാമിസ് അഞ്ചാമത്തെ റുക്ന്. അഞ്ചാമത്തെ റുക്ന് എന്താണ്? അഞ്ചാമത്തെ റുക്ന് വർ-റഫ്ഉ മിൻഹു, ആ റുക്കൂഇൽ നിന്ന് ഉയർന്ന് നേരെ നിൽക്കുക, ഇഅ്തിദാലിൽ നിൽക്കുക. അതെന്താണ്? നിസ്കാരത്തിൻ്റെ റുക്നാണ്. നേരത്തെ പറഞ്ഞ ഹദീസു മുസീഇ സ്വലാത്ത്, നിസ്കാരത്തിൽ തെറ്റ് സംഭവിച്ച ആളെ തിരുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സുമ്മ റഫഅ ഹത്താ തഅ്തദില ഖായിമ. റുക്കൂഇന് ശേഷം നീ എന്ത് ചെയ്യുക? നീ റുക്കൂഇൽ നിന്ന് ഉയരുക, എന്നിട്ട് നേരെ നിൽക്കുക, മുതുക് നിവർത്തി നിൽക്കുക. അത് നിസ്കാരത്തിൻ്റെ റുക്നാണ്. അവിടെ ആ നൃത്തമാണ് റുക്ന്. സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയലും അവിടെ പ്രാർത്ഥിക്കലൊക്കെ എന്താണ്? വാജിബിൻ്റെ കണക്കിലെ പെടുക. ഇവിടെ നമ്മൾ റുക്നാണ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് വാജിബ് എന്ത് ചെയ്യാം? നമുക്കതിൻ്റെ സമയത്ത് ചർച്ച ചെയ്യാം. അപ്പം ആ നൃത്തം എന്നുള്ളത് റുക്നാണ്. ഇനി ഇഅ്തിദാലിൽ നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ആൾക്കാർ എന്ത് ചെയ്യും? കൈ കെട്ടും. നമ്മൾ കൈ താഴ്ത്തിയിടും. നമുക്ക് കൈ കെട്ടിയിട്ട് പരിചയമില്ല, നമ്മൾ താഴ്ത്തിയിടലാണ്. അപ്പോൾ കൈ കെട്ടുകയാണ് വേണ്ടത്, നമ്മുടെ കൈകൾ താഴ്ത്തിയിടുകയാണ് വേണ്ടത്? എന്താ വേണ്ടത്? കെട്ടണമെന്നുള്ള അഭിപ്രായമുണ്ട്. ആയിക്കോട്ടെ, രണ്ടായാലും നിസ്കാരത്തെ ബാധിക്കുകയില്ല. ഒരാൾ റുക്കൂ കഴിഞ്ഞു, സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു, നേരത്തെ എങ്ങനെയാണ് കൈകൾ വെച്ചിരുന്നത് അതുപോലെ കൈകൾ വെച്ചു. അയാളുടെ നിസ്കാരം എന്താണ്? സ്വീകാര്യമാണ്. അയാളുടെ നിസ്കാരത്തിനൊരു പ്രശ്നമില്ല. രണ്ടാമത്തെ ഒരാൾ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് കൈകൾ താഴ്ത്തിയിട്ടു, അയാളുടെ നിസ്കാരം എന്താണ്? സ്വീകാര്യോഗ്യമാണ്. ഇത് നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയമല്ല. ഈ രണ്ട് അഭിപ്രായം എന്തുണ്ട്? പണ്ഡിതന്മാർക്കുണ്ട്. കൈകൾ കെട്ടണമെന്ന് പറഞ്ഞവരുണ്ട്, കൈകൾ താഴ്ത്തിയിടണമെന്ന് പറഞ്ഞവരുണ്ട്. രണ്ട് കൂട്ടർക്കും അവരുടേതായ തെളിവുകളും ഉണ്ട്. അപ്പോൾ രണ്ടായാലും അത് നിസ്കാരത്തെ ബാധിക്കുന്ന വിഷയമല്ല, അത് വിശാലമായൊരു മസ്അലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് അർ-റുക്നുൽ ഖാമിസ്, അഞ്ചാമത്തെ റുക്ന്. റുക്കൂഇൽ നിന്ന് ഉയർന്ന് നേരെ നിൽക്കുക, ഇഅ്തിദാലിൽ നിൽക്കുക.